കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. എക്സ് അക്കൗണ്ടിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും മരവിപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചു. CJP രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയെന്ന IB റിപ്പോർട്ടിന് പിന്നാലെയാണ് കേന്ദ്ര നീക്കം. CJP ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പിന്തുടരുന്നവരുടെ എണ്ണം 2 കോടി പിന്നിട്ടു. ജൻസി പ്രക്ഷോഭങ്ങൾ അയൽരാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ CJPക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടൻ മരവിപ്പിക്കുമെന്നാണ് സൂചന. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ആയുധമാക്കിയാണ് കേന്ദ്ര നീക്കം. CJP ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് IB കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. തീവ്ര വികാരമുണർത്തുന്ന പോസ്റ്റുകൾ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴിയുണ്ടായി. ദേശസുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രംഗത്ത് വന്ന CJP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സമാനമായി മറ്റു വിഷയങ്ങളിലും ഉടൻ നിലപാട് അറിയിക്കും. തീർച്ചയായിട്ടും പ്രതിപക്ഷ സ്വരം മാത്രമായിട്ടില്ല, ഒരു യുവജനങ്ങളുടെ ഒരു സൗണ്ടും കൂടിയാണത്. പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്ന ജെൻസിക്ക് പൊളിറ്റിക്സ് ഉണ്ടെന്നും ആ പോളിസീസ് ഉണ്ടാക്കേണ്ട ആളുകൾ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എടുത്തുകൊണ്ട് രാജ്യത്തെ മുമ്പോട്ട് നയിക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. CJPക്കെതിരായ കേന്ദ്ര നീക്കത്തെ വിമർശിച്ച കോൺഗ്രസ് MP ശശി തരൂർ ജനാധിപത്യങ്ങൾക്ക് വിയോജിപ്പ്, നർമ്മം, ആക്ഷേപഹാസ്യം എന്നിവയ്ക്കുള്ള വഴികൾ ആവശ്യമാണെന്ന് പ്രതികരിച്ചു. യുവാക്കൾ അസ്വസ്ഥരാണെന്ന് വ്യക്തമായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അതിപ്പോ വലിയൊരു സംഭവവികാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. അതിനെക്കുറിച്ചും പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തു. യുവാക്കൾ മാറ്റത്തിന്റെ ശബ്ദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് തരൂർ പ്രതികരിച്ചു. രാഷ്ട്രീയ മേഖലയിലെ കൂടുതൽ ആളുകളും CJPക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.